എറണാകുളം അങ്കമാലിയിലെ സ്വകാര്യ ബസ് തൊഴിലാളികളുടെ അനിശ്ചിതകാല സമരം തുടരും. സ്വകാര്യ ബസ് തൊഴിലാളികളുമായി ജില്ലാ ലേബർ ഓഫീസർ നടത്തിയ ചർച്ച ഇന്നും പരാജയപ്പെട്ടു. ആൻ മരിയ സണ്ണിയുടെ വിവരങ്ങളുമായി. ആൻ, കുറേ ദിവസമായി യാത്രക്കാർക്ക് അവിടെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു. കഴിഞ്ഞ ദിവസം സംഘർഷങ്ങളിലേക്ക് പോലും പോയി ആ സമരം. എന്താണ് പരിഹാരമാവാതെ നിൽക്കുന്ന വിഷയങ്ങൾ? ഗോകുല, പ്രധാനമായിട്ടും ഇവരുടെ കൂലി വർധനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ച, അതിനാണിപ്പോൾ പരാജയത്തിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളായി സമരം തുടങ്ങിയിട്ട് 3 ദിവസമായി. 11 മുതലാണ് ഈ സമരം ആരംഭിക്കുന്നത്. അതിനിടയിൽ പല സമയത്തും ഇത് പ്രതിഷേധത്തിലേക്ക്, വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് അടക്കം പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ആ രീതിയിൽ പ്രതിഷേധങ്ങളും അതോടൊപ്പം തന്നെ ഈ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഓരോ ദിവസം നടന്നിരുന്ന ചർച്ചകളും പരാജയപ്പെട്ടു പോവുകയാണ് ഉണ്ടായിരുന്നത്. ഇന്നും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. കൂലി വർധന നടപ്പാക്കിയിട്ടില്ലെന്ന് ആരോപിച്ചാണ് ഇവർ സമരം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ചർച്ചയിലെ വിഷയവും അത് തന്നെയായിരുന്നു. അതാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. സേവന വേതന വ്യവസ്ഥകൾ സംബന്ധിച്ച ജില്ലാ ലേബർ ഓഫീസറാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. അങ്കമാലി MLA റോജി എം ജോൺ ഉൾപ്പെടെയുള്ള ആളുകളും ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ അതിപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 4ാം ദിവസത്തിലേക്ക്, അതായത് നാളെയും സമരം ശക്തമാകുമെന്നാണ് ഈ ബസ് ഉടമകൾ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ കാലടി, അങ്കമാലി, അത്താണി, കൊരട്ടി മേഖലയിലെ സ്വകാര്യ ബസ് പണിമുടക്ക് അത് 4ാം ദിവസത്തിലേക്കും കടക്കുകയാണ്. ഗൂഗിൾ, യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ സമരക്കാരുടെ ആവശ്യങ്ങളിൽ ചർച്ചയിൽ യാതൊരു പരിഹാരവും ആവുന്നില്ല, തീരുമാനത്തിലേക്ക് എത്താനാവുന്നില്ല എന്നതാണ് ആൻ മരിയ സണ്ണി റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.